ഹായ് ഹലോ നമസ്കാരം. പേശിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിൽ 200 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 201ാമത്തെ ഒരു ക്ലാസ്സുമായിട്ട് വന്നതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് കറണ്ട് അഫെയറിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രോഗങ്ങളും രോഗകാരികളും നമ്മുടെ എന്തിലുള്ളതാണ്, ടോപ്പിക്കിലുള്ളതാണ്, LP-UP ടോപ്പിക്കിലുള്ളതാണ്. ബയോളജിയിൽ നിന്ന് എന്തായാലും 2 മാർക്കിന് കറണ്ട് അഫെയർ വരാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഭാഗം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ LP അല്ലെങ്കിൽ UP പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. 200 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന സന്തോഷത്തോടു കൂടി നമ്മൾ 201ാമത്തെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, കിടക്കാൻ പോവുകയാണ്. വൈകിക്കുന്നില്ല. ഇതുവരെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടന്റുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കിടക്കുകയാണ്. ചോദ്യം നോക്കുക. വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാണ് എന്നൊരു ചോദ്യം വരാം. നോക്കുക, എന്തൊക്കെയാണ് വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങൾ, അതുകൂടാതെ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെയൊക്കെ നേരിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതിന് സഹായം നൽകുന്നത് ആരാണ് എന്നൊരു ചോദ്യം വരാം. വേൾഡ് ബാങ്ക് ആണ്, ലോക ബാങ്ക് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്ക് ആണ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഈ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാണ് എന്നൊരു ചോദ്യം വരാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് ലോക ബാങ്ക് ആണ് എന്നുള്ളതാണ് ഉത്തരം. യെസ്, അപ്പോൾ അത് കിട്ടി. അടുത്തത് 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്നൊരു ചോദ്യം വരും. 2023 ജൂലൈ മാസത്തിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കേട്ടോ, നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കേട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് 2023 ജൂലൈ മാസത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? കേരള ഗവൺമെന്റിന്റെ പരിപാടിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കുക. അടുത്ത കാര്യം, സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. നല്ല ചോദ്യമാണ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഷൻ ഇന്ദ്രധനുഷ് എന്നുള്ളതാണ്. മിഷൻ ഇന്ദ്രധനുഷ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അതെന്തിനൊക്കെയാണ്? വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെയൊക്കെ നേരിടാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിക്കുന്ന കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്ന ലോക ബാങ്ക് എന്നൊരു ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് 2023 ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പഠിച്ചു. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്തത്
പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണ്? മാതൃയാനം എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടാവും, മാതൃയാനം. പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം എന്നുള്ളത്. ഓക്കെ, മാതൃയാനം. അടുത്ത പോയിന്റ്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്നൊരു ചോദ്യം വരും. ബീറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ, ബീറ്റ്സ്. ഭിന്നശേഷി നല്ല ചോദ്യമാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് എന്നുള്ളത്. നല്ല ചോദ്യമാണ്, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ഏതാണ് എന്നൊരു ചോദ്യം വരും. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട്, കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ദ വാക്സിൻ വാർ എന്നുള്ളതാണ് കേട്ടോ. ദി വാക്സിൻ വാർ എന്നുള്ളതാണ് സിനിമ. ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ഏത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം എന്താണ്? ദ വാക്സിൻ വാർ എന്നുള്ളതാണ്. കിട്ടിയോ? ദ വാക്സിൻ വാർ. അടുത്തത്, മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ ഏതാണ്? നല്ല ചോദ്യമാണ്. ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആസ് എ കൊമ്രേഡ് എന്നുള്ളതാണ് കേട്ടോ. മൈ ലൈഫ് ആസ് എ കൊമ്രേഡ് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് എന്നൊരു ചോദ്യം വരാം. അത് ശൈലജ ടീച്ചറുടേതാണ്. കിട്ടിയോ? ശൈലജ ടീച്ചറുടേതാണ്. അപ്പം മിഷൻ ഇന്ദ്രധനുഷ് എന്താണ്? ദ വാക്സിൻ വാർ എന്താണ്? ബീറ്റ്സ് എന്താണ്? മാതൃയാനം എന്താണ്? ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത്, 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് എന്നൊരു ചോദ്യം വരും. ഗീത AR ആണ് കേട്ടോ. ഗീത AR. നല്ല ചോദ്യമാണ്. 2023 ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളിയാണ് ഗീത AR. ഗീത AR എന്നുള്ളത് നല്ല ചോദ്യമാണ്. ഗീത AR. കിട്ടിയോ? ഗീത AR എന്നുള്ളത് എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളിയാണ്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ഏതാണ് എന്നൊരു ചോദ്യം വരും. ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ. mRNA വാക്സിനാണ് ജെംകോവാക് OM എന്നുള്ളത് കേട്ടോ. ജെംകോവാക് OM എന്നുള്ളത് നല്ല ചോദ്യമാണ്, വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ജെംകോവാക് OM എന്നുള്ളതാണ്. നല്ല ചോദ്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കിട്ടിയോ? ക്ലിയർ ആണോ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഭാഗത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട, നമ്മൾ ഇതിനു മുമ്പ് ഭിന്നശേഷിക്കാരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് എന്നൊരു ചോദ്യം വന്നാൽ സ്പേസ് എന്നുള്ളതാണ് കേട്ടോ. സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, സ്പേസ് എന്നുള്ളതാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി. നമ്മളെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുന്ന ബീറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇത് സ്പേസ് എന്താണ്? വിദ്യാഭ്യാസത്തോടൊപ്പം, സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും നൽകുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ അത് സ്പേസ് ആണ്. ഇനി അടുത്തത്, കുഷ്ഠരോഗ നിർമാർജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് എന്നൊരു ചോദ്യം വരും. നല്ല ചോദ്യമാണ്.
കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട്, കുഷ്ഠരോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ബാലമിത്ര 2.0 എന്നുള്ളത് കേട്ടോ. ബാലമിത്ര 2.0 എന്നുള്ളത് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. ക്യാമ്പയിൻ്റെ പേര് ചോദിക്കും, ബാലമിത്ര 2.0 എന്നുള്ളതാണ്. എന്താണ് ബാലമിത്ര 2.0 എന്ന് പറഞ്ഞാൽ? കുഷ്ഠരോഗം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളിൽ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. സ്പേസ് എന്നുള്ളത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ mRNA വാക്സിൻ, എന്തിന്? ഒമിക്രോണിനെതിരെയുള്ള തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച mRNA വാക്സിനാണ് ജംകോവാക് OM എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് കിട്ടിയത്, പുരസ്കാരം കിട്ടിയ മലയാളി ഗീത AR എന്നുള്ളതാണ്. ഗീത ARനാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം 2023 കിട്ടിയത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശൈലജ ടീച്ചറുടെ ആത്മകഥയുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ബയോസയൻസ് സിനിമ ദ വാക്സിൻ വാർ എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. മിഷൻ ഇന്ദ്രധനുഷ് എന്താണ്? കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാൻ മാതൃയാനം എന്ന കാര്യം നമ്മൾ പറഞ്ഞു. മാതൃയാനം അല്ലേ? ബീഡ്സ് എന്നുള്ളത് നീന്തൽ പരിശീലന പരിപാടിയാണ് എന്ന കാര്യം പറഞ്ഞു. ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, പിന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് 2023 കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആരോഗ്യരംഗത്ത് നിന്നുള്ള ഒരു 10 ചോദ്യങ്ങളാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 ചോദ്യങ്ങൾ കിട്ടി. ഇവിടുന്ന് 1 മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നോക്കി വയ്ക്കുക. താങ്ക്